Hey guys, welcome back to Jazz Stories. Today we're doing a house for a friend of ours. Yes, so we are ready to see the new house of our friends. Are you all ready? Can we do the Can we do it? അങ്ങനെ ഇൻട്രൊഡക്ഷനിൽ കേട്ട പോലെ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ ഫ്രണ്ടായ അൻവിൻ ചേട്ടൻ്റെയും നിധി ചേച്ചിയുടെയും ഹൗസ് വാമിംഗ് സെറമണിക്കാട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ അവരുടെ വീട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 minutes ഡ്രൈവ് ഉള്ളൂ അവരുടെ വീട്ടിലോട്ട്. ചേട്ടാ, വെൽക്കം ടു ജാസ് സ്റ്റോറീസ്. അങ്ങനെ ഈ കാണുന്ന എൻട്രൻസ് കയറിയ ഉടനെ ലെഫ്റ്റിലോട്ട് സ്റ്റേഴ്സ് ഉണ്ട് മേലിലോട്ട് പോകാൻ. പിന്നെ റൈറ്റ് സൈഡിലാണ് ലിവിങ് റൂം കേട്ടോ. ഈ കാണുന്ന ഫസ്റ്റ് ലിവിങ് റൂം. അങ്ങനെ ലിവിങ് റൂമിൻ്റെ കളറ് വൈറ്റും പിന്നെ ഒരു ബ്ലൂ ഒക്കെ ആട്ടോ. ബ്ലൂ സോഫയും ബ്ലൂ കർട്ടൻസ് ഒക്കെ ആയിട്ടാണ്. പിന്നെ പാനൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ലിവിങ് റൂമാണ്. ഈ വീട് വാങ്ങിച്ചതിന് ശേഷം കുറേ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. സത്യം പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് വീടിൻ്റെ ലുക്കും മാറ്റി എന്ന് പറയാം. ലിവിങ് റൂമിനകത്ത് കയറുമ്പോൾ ഒരു സെക്കൻഡ് ലിവിങ് റൂമാണ് കേട്ടോ. ഇവിടുത്തെ സോഫയും ബ്ലൂവും വൈറ്റും സോഫയാണ്. പിന്നെ ഒരു കൈൻഡ് ഓഫ് ടി വി റൂമും ഒക്കെ പോലെയാണ്. പിള്ളേർക്ക് ടി വി കാണാനും ഒക്കെയുള്ള റൂമാണിത്. TV is so big. TV ഉണ്ട് ചേച്ചി. Look at the TV. Oh my god. പാഞ്ചി like that. ആ പാനൽ. Panji, come. Let's go to the kitchen. Come, Panji. So this is the kitchen. Hello Acha. Hi. Welcome to Jazz Stories. Hey baby. So this is the kitchen. Hi Kuku Mone. Hey Aldrin. Say hi to all my viewers. സോ ഗൈസ്, ഇത് കിച്ചണാണ്. കിച്ചണ് കഴിഞ്ഞ് ഇവിടെ ഒരു വർക്ക് ഏരിയ ആണ് കേട്ടോ. വർക്ക് ഏരിയ കഴിഞ്ഞും ലെഫ്റ്റിലോട്ട് തിരിയുമ്പം ഇവിടെ ഒരു ബാത്റൂമും ഉണ്ട്. പിന്നെ ഇതാണ് ഡൈനിങ് ഹാൾ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ചെയർസ് ഒക്കെയാണ് ഡൈനിങ് ഹാളിൽ ഇട്ടേക്കുന്നത്. അവിടെ നല്ല കംഫർട്ടബിൾ ചെയർസ് ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല സ്പേഷ്യസുമാണ്. കുറേ പേര് ഇരിക്കാൻ പറ്റുന്ന ഡൈനിങ് ഹാളാണ്. ചൂടത്ത് ഇതിനെങ്ങനെ ചൂടാക്കുന്നതെന്ന് പറഞ്ഞു തരാവോ? ദിസ് ഈസ് ദ ഹൗസ് ഓണർ അൻവിൻ ചേട്ടൻ. ദിസ് ഈസ് ദ ഹൗസ് ഓണർ അൻവിൻ ചേട്ടൻ. എന്നെയോ? അതിനാ വെള്ളം ഒഴിക്കുക. പകുതി കുറച്ച് ഹാഫ് കെറ്റൽ ചൂടുവെള്ളം ഒഴിച്ചു. ഇനി ഈ സംഭവത്തിൽ വരുന്ന ഷാഫിംഗ് ഫ്യൂവൽ സംഭവമുണ്ട്. ആ സംഭവം വെച്ച് നമ്മൾ ഫുഡ് ചൂടാക്കാൻ പോവാണേ. അപ്പം ബേസിക്കലി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫുഡ് ചൂടാക്കാൻ എളുപ്പ പരിപാടി കേട്ടോ ഇത്. ഈ ഷാഫിംഗ് ഫ്യൂവൽ എന്ന സംഭവം 2.5 hours വരെ ഇങ്ങനെ തീ നിൽക്കുവേ. അതൊരു ചെറിയൊരു ഇങ്ങനത്തെ ഡബയ്ക്കകത്ത് വരുന്നത് കേട്ടോ. ഒരു ജെല്ല് പോലെയാണ് ഇരിക്കുന്നത്. അത് നമ്മൾ തീ കത്തിച്ചിട്ട് അതിൻ്റെ അടിയിൽ വെക്കുക കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ ആ ട്രേക്കകത്ത് ഹാഫ് കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിക്കണേ. അത് കഴിഞ്ഞ് വേണം ഈ ജെല്ല് പോലത്തെ സംഭവം നമ്മൾ കത്തിച്ച് വെക്കുന്നത് കേട്ടോ. ഇത് ഈ ട്രേയുടെ അടിയിൽ കത്തിരിക്കുന്നു. പണ്ട് വെക്കുവാണ്. ഓഫായി വീണ്ടും കത്തിക്കും. ചൂടേം കുറച്ചു കിട്ടുന്നുണ്ടോ നോക്കി. Is it red?
ഫുഡൊക്കെ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് പോയിട്ട് റൂംസ് കണ്ടിട്ട് വന്നാലോ. ഇതാണ് കേട്ടോ ഫസ്റ്റ് ബെഡ്റൂം. അങ്ങനെ ഫുൾ ലെങ്ത് മിററൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു വിൻഡോയും ഉണ്ട് ഈ റൂമിൽ. പിന്നെ ഇത് ബാത്റൂം അറ്റാച്ച്ഡ് റൂമാണ് കേട്ടോ ഈ ഫസ്റ്റ് റൂം. ഇതാണ് ബാത്റൂം. പിന്നെ ഇറങ്ങി പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു ബാത്റൂമാണ് കേട്ടോ, കോമൺ ബാത്റൂം. ഇത് ഷവർ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. മോസ്റ്റ്ലി ഇവിടുത്തെ ബാത്റൂംസ് ഇങ്ങനെയാണ് കേട്ടോ, എല്ലാം സെപ്പറേറ്റ് ആണ്. ഒന്നെങ്കിൽ ബാത്ത് ടബ് കാണും, അല്ലെങ്കിൽ ഇങ്ങനെ ഷവർ ഏരിയ കാണും കേട്ടോ. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണുമേ. പിന്നെ ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം കേട്ടോ. ദിസ് ഹൗസ് ഇസ് ബേസിക്കലി എ 3 bedroom house. So this is the second bedroom and this is the master bedroom. യൂഷ്വലി അയർലാൻഡിലെ ഹൗസസിൽ എങ്ങനെയാണ്, എല്ലാം ബെഡ്റൂംസ് മേളിലത്തെ നിലയിലായിരിക്കും കേട്ടോ. താഴത്തെ നിലയിൽ യൂഷ്വലി ലിവിങ് റൂമും പിന്നെ കിച്ചണും ഒക്കെയാണ്. Julu, see here. Julu, Princess Smile. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാത്മാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പൂജിതമാണമേ, രാജ്യം വരണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികമായ പ്രവൃത്തിയെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അന്യസ്ഥലത്തായിരുന്ന ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെ അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ആശ്വാസവും ആവശ്യങ്ങൾ സഹായം നൽകി എല്ലാ ഞങ്ങളെ കൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശം നിർമ്മിച്ചത് കർത്താവ് ഈ ഭവനത്തിന്റെ ജീവനും പ്രകാശവുമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനെയോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമാവിൻ ഉത്തമരക്ഷയമേകുന്നു.
പ്രാർത്ഥിക്കാൻ സമാധാനം നമ്മോടുകൂടെ സ്ഥലത്തിന്റെ നാഥാംഗസ്ഥമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉറപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനത്തെയും പരിപാലിക്കുന്നവരാകുന്നു. ഞങ്ങളെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സ്ഥലത്തിന്റെ നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം പരിപാവനാമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധ സമ്പന്നനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമൃതനുമായ കർത്താവേ, കാരുണ്യം ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പുറപ്പാടിന്റെ പുസ്തകത്തിലുള്ള വായന. ഈജിപ്തിൽ വെച്ച് ദൈവം മോശയോടും അഹ്റോനോടും ഈജിപ്തിൽ വെച്ച് ദൈവം മോശയോടും അഹ്റോനോടും ഇപ്രകാരം അരുളി ചെയ്തു: ഓരോരുത്തരും തന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ ബലി കഴിക്കണം. അതിന്റെ കുറേ രക്തമെടുത്ത് വീടിന്റെ കട്ടിളപ്പടിയിലും മേൽപ്പടിയിലും തളിക്കുകയും ചെയ്യണം. ഈ രാത്രിയിൽ ഞാൻ ഇസ്രായേലിലൂടെ കടന്നു പോകും. ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാകുന്ന ദൈവം. നിങ്ങളുടെ വീടിന് തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നു പോകും. ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്നും രക്ഷപ്പെടും. ഹല്ലേലൂയ പാടിയിടുന്നേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനമതുവാൻ ഞാൻ ഒഴുക്കിയിടട്ടെ. ഏറ്റവും അനുഗ്രഹപൂരിതനാം കവിതം തൂലിക പോലെന്നാവിപ്പോൾ. സാധനം അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദ്യം മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേൻ, ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിശ്വംസിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ചുങ്കക്കാരിൽ പ്രധാനിയും ഒരു ധനാഢ്യനുമായിരുന്നു. ഈശോയെ കാണുവാൻ അയാൾ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്ന ജനകൂട്ടത്തിൽ വെച്ച് അവിടത്തെ കാണുവാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനാൽ സക്കേവൂസ് മുൻപേ ഓടി വഴിയുള്ള ഒരു അത്തിമരത്തിൽ കയറി ഈശോയെ കാത്തിരുന്നു. എന്നാൽ അവിടത്തേക്ക് ആ വഴിയാണ് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് മുകളിലേക്ക് നോക്കി, സക്കേവൂസേ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്നും നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണ് എന്ന് അവിടുന്ന് അരുളി ചെയ്തു. സക്കേവൂസ് ഉടനെ താഴെ ഇറങ്ങി സന്തോഷപൂർവ്വം അവിടുത്തെ സ്വീകരിച്ചു. കണ്ടുനിന്നവർ ഇയാളൊരു പാപിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നുവല്ലോ എന്ന് പശ്ചാത്തലം ഞാൻ ദാനം ചെയ്യുന്നു. ആരുടെയെങ്കിലും തിരികെ കൊടുക്കുന്നു. കൃപകൾ നൽകി ഈ കുടുംബത്തെ അവിടുന്ന് കാത്തുരക്ഷിക്കണമേ. ദുഃഖത്തിലും സമ്പദ്ധാരണത്തിലും സഹായിക്കണമേ. ക്രിസ്തുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്ന തമ്പുരാനെ, പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെയും കർത്താവിശ്വംസിഹായുടെയും ഈരുകളെ അവിടുന്ന് ആശീർവദിക്കണമേ. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ഈരമോളം ബന്ധിച്ചു കൂടുമ്പോൾ ഞങ്ങളുടെ ചിന്തകൾ സ്രോതത്തിലേക്ക് ഉയർത്തണമേ. സാക്ഷ്യം വെച്ച വിശുദ്ധരുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമാകട്ടെ. പരിശുദ്ധരായി ജീവിക്കുവാനും നീ കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. പ്രാർത്ഥിക്കാം സ്നേഹനാഥേ. Amen.
he's getting caught. This is the bathroom. Guys, and like and subscribe. Do? It's the end To Jazz Stories. of Just Stories. And do comment. So we have to and comment your name so we can say it on the next video. I know. ശാരീരികമായി എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ മേലും ഹൃദയവും മാറിയോസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണം ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ ഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അൻപിന്റെ മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും സ്ത്രീയുടെ കുടുംബാംഗങ്ങളെയും സഹോദരന്മാരെയും അതൊക്കെ സംസ്കൃതത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങേ കുടുംബത്തിന് ധാരാളം കൃപകൾ നൽകി, നന്മകൾ നൽകി, അനുഗ്രഹങ്ങൾ നൽകി ഇവർ ഇവിടെ ജീവിക്കുമ്പോൾ അങ്ങയുടെ സ്നേഹത്തിൻ്റെ സാക്ഷികളായിട്ട് മാറട്ടെ. ഒരിക്കലും അങ്ങേ വിട്ടുപിരിയാതെ കൂടുതൽ വിശ്വാസത്തിൽ തീക്ഷ്ണതയിൽ അങ്ങ് പിൻചെല്ലാനുള്ള കൃപകളാണ് നിറയ്ക്കണമേ. ഒരു അപകടം അങ്ങനെ ബ്ലെസ്സിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫുഡിന് ടൈമായിട്ടോ. നമ്മൾ ഫുഡിന് കട്ട്ലറ്റും സാലഡും ആയിരുന്നേ. ബീഫ് കട്ട്ലറ്റ് ആയിരുന്നു. പിന്നെ നമുക്കുണ്ടായിരുന്നത് അപ്പവും സ്റ്റൂ ആയിരുന്നു കേട്ടോ. സ്റ്റൂ എനിക്കൊന്ന് ആട്ടിറച്ചി അതോ ബീഫാണോ എനിക്കറിയില്ല, ഷുവറല്ല. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റൂ ആയിരുന്നു. പിന്നെ പപ്പടവും, പിന്നെ നമുക്ക് ഇതാണ് സ്റ്റൂവ്, ഇതാണ് അപ്പം കേട്ടോ. നല്ല അപ്പമായിരുന്നേ. പിന്നെ നല്ല സ്റ്റൂ ആയിരുന്നു കേട്ടോ. മെയിൻ കോഴ്സിന് ഉണ്ടായിരുന്നത് നല്ല പോർക്ക് ഫ്രൈ ആയിരുന്നേ. പിന്നെ ഫ്രൈഡ് റൈസും നല്ല അടിപൊളി ചിക്കൻ 65 ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ആയിരുന്നു ഇവിടുത്തെ മെനു ഇന്നത്തെ. പിന്നെ അറ്റ് ദി എൻഡ് സാലഡ് ഉണ്ടായിരുന്നു, ഫ്രൂട്ട് സാലഡ്. അത് ഞാൻ കാണിച്ചില്ല ഇവിടെ. പരിപാടിയൊക്കെ കഴിഞ്ഞ് ആസ് യൂഷ്വൽ നമ്മളിരുന്ന് കുറച്ച് കത്തിക്കടിച്ചിരുന്നു കേട്ടോ. പിള്ളേരുടെ ഓരോ കളികളും പിള്ളേരുടെ ഓരോ തമാശയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വർത്തമാനമൊക്കെ ഇരുന്ന് ടൈംസൊക്കെ സ്പെൻഡ് ചെയ്ത് വീട്ടിൽ പോയേ. അങ്ങനെ ഇന്നത്തെ ഒരു ഹൗസ് വാമിംഗ് സെറമണി അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം ഒരു ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ഗൈസ്. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാവേ. സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.